ഇപ്പോൾ ശ്രീ ടി കെ രാജ്മോഹൻ അദ്ദേഹം NIA മുൻ ഉദ്യോഗസ്ഥനായിരുന്നു. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. രാജ്മോഹൻ IPS കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, താങ്കൾ ശ്രദ്ധിച്ച് എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ താങ്കളെ കണക്ട് ചെയ്യുന്നതിന് മുമ്പായിരിക്കാം. ഇവിടെ ED-യുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടക്കം SDP-യുടെ പ്രതിനിധി പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞത് ED അന്വേഷിക്കുന്ന കേസുകൾ തെളിയിക്കപ്പെടുന്നത് 1% പോലും ഇല്ല എന്നുള്ള വിവരമാണ്. അത് മാത്രവുമല്ല, ഈ 2022-ലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത്. അതിനുശേഷം 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതിലൊന്ന് ഡൽഹിയിലാണ്, മറ്റൊന്ന് കൊച്ചിയിലാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഈ 3 വർഷം കഴിയുമ്പോഴാണോ ഇതിനെക്കുറിച്ച് കണ്ടെത്തലുകളിലേക്ക് ED-ക്ക് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ ED ഒരു ടൂളായി പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരം ഡേറ്റകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, ഈ ഒരു അന്വേഷണ ഏജൻസിയെ നമ്മൾ ഇരുത്തിക്കാകേണ്ട ആവശ്യമില്ല. ഒരു അന്വേഷണ ഏജൻസിയും സൂപ്പർ ആണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അന്വേഷണ ഏജൻസി അവിശ്വസിക്കാൻ പറ്റില്ല. കാരണം CBI ആയാലും NIA ആയാലും അല്ലെങ്കിൽ ED ആയാലും സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലൊരു ഏജൻസിയാണ്. ആ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ ഏജൻസിയെ നമ്മൾ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ പ്രക്രിയക്ക് എതിരാണ്. അതുപോലെ തന്നെ കേരള പോലീസ് ഒരു കേസ് അന്വേഷിച്ചിട്ട് ആരെങ്കിലും പ്രതിയായി കഴിഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണത്. കാരണം നമ്മുടെ സിസ്റ്റം, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്, ആ എസ്റ്റാബ്ലിഷ്മെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പ്രതിക്കോളത്തുള്ള ആൾക്കാർ പറയും ഇത് പൊളിറ്റിക്കൽ ട്യൂൺഡ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്. ഈ സെൻട്രൽ ഏജൻസിയെ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണിനെതിരായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയും. സ്വാഭാവികമാണ്. അതുപോലെ കേരളത്തിൽ ഇപ്പം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കേരള പോലീസിനെതിരായിട്ട് ഇവിടുത്തെ ഒപ്പോസിഷൻ പറയും ഞങ്ങളെ പൊളിറ്റിക്കലായി ഡാമേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ ഇത് കുറെ കൊല്ലങ്ങളായിട്ട് ഇത് എന്റെ പോലീസ്, നിങ്ങളുടെ പോലീസ്, അല്ലെങ്കിൽ അവരുടെ പോലീസ്, നമ്മുടെ പോലീസ്, ഇത് സംവിധാനം ശരിയല്ല. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഒരു NIA ആയാലും CBI ആയാലും ED ആയാലും കസ്റ്റംസ് ആയാലും അത് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമാണ്. അവരെന്ത് തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കും അതാണ് കോടതി കൺസിഡർ ചെയ്യുക. അതേസമയം അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഭാഗം വാദിക്കുക എന്നല്ലാതെ നമ്മൾ പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ അന്വേഷണ ഏജൻസിയെ മാത്രമാണ്. ഇനി അന്വേഷണ ഏജൻസി ഈ ടൂള് നമുക്കെതിരായിട്ട് ഉപയോഗപ്പെടുകയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ കുറെ കേസുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില കേസുകളിൽ അങ്ങനെ സുപ്രീം കോടതി ചില കേസുകളിൽ ചില കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നീതി, റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്ന ഒരു കൺട്രിയിൽ നമ്മൾ അവിടുത്തെ അന്വേഷണ ഏജൻസിയെ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ ആ അന്വേഷണ ഏജൻസിക്കെതിരായിട്ട് നിങ്ങൾക്ക് വല്ല പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി മുമ്പാകെ പോകാം. അപ്പൊ ഇവിടെ ഇപ്പം ED ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്ത് പറയാണ് ഈ SDP എന്നുള്ള പാർട്ടി ഈ ബാൻ ചെയ്ത PFI ആണ് SDP-യുടെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് അവർ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ആ പത്രക്കുറിപ്പ് വിശ്വസിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. കാരണം വി ആർ ഓൾ ലോ അബൈഡിംഗ് സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി. അപ്പൊ ED അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് അവരുള്ള തെളിവുകൾ വെച്ച് പറയാണ് PFI ആണ് കുറെ കാലമായിട്ട് ഈ PFI ബാൻഡ് ആണെങ്കിലും SDP-യുടെ പല സംവിധാനങ്ങളും പല ഫൈനാൻസും നടത്തുന്ന അവരാണ് എന്ന് പറഞ്ഞ് ചില തെളിവുകൾ കോടതി മുമ്പ് ഹാജരാക്കുന്നു. അത് അനലൈസ് ചെയ്യട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കോടതി മുമ്പ് ഹാജരാക്കിയ തെളിവുകൾ ശരിയല്ല എന്ന് SDP-ക്കാർ പറയും, ED പറയും അതല്ല ശരിയെന്ന് പറയും. ഇതാണ് ഇവിടെ നടക്കുക. അപ്പൊ ഇത് ടഫിലാണ്. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഫോർ ദ ടൈം ബീയിങ് നമ്മൾ പൊതുസമൂഹം വിശ്വസിച്ചേ പറ്റൂ. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അൾട്ടിമേറ്റ്. കോടതി വിശ്വസിക്കുക ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊടുക്കുന്ന എല്ലാ തെളിവുകളാണ്. ആ തെളിവുകൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് ഒപ്പോണൻസ് ആണ്. അത് ചെയ്യാത്ത കാലത്തോളം നമ്മൾ ഈ പറയുന്ന അന്വേഷണ ഏജൻസി വിശ്വസിച്ചേ പറ്റൂ. അതാണ് ഇവിടെ നമ്മുടെ റൂൾ ഓഫ് ലോവും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലത്തെ പൊളിറ്റിക്കലായിട്ട് എന്തായാലും നടക്കുകയാണെങ്കിലും ലീഗൽ സൈഡും അതിന്റെ മോറൽ സൈഡും അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ റിട്ടയർഡ്